ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ടുഡേ വി ആർ സ്റ്റാർട്ടിംഗ് എ ബ്രാൻഡ് ന്യൂ ലെസൺ ഫ്രം യൂണിറ്റ് 2, ദാറ്റ് ഈസ് ടൈംലെസ് ട്രഷേഴ്സ്. ഓക്കെ, ക്ലാസിക് കാർസ് പോയട്രി ഓൺ വീൽസ് എന്നുള്ള എച്ച് എൽ ബാബറുടെ ഒരു ആർട്ടിക്കിളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാറുകൾ ഇഷ്ടമായിരിക്കും അല്ലേ? നമ്മൾ പല കാർസിനെയും അഡ്മയർ ചെയ്യാറുണ്ട് അല്ലേ? ആ ഒരു കാർ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് അല്ലേ? സോ ഇന്ന് നാം കാണുന്ന ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാറുകൾ, അതിൻ്റെ ആദ്യ രൂപം എങ്ങനെയായിരുന്നു, ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ടാണ് ഇന്ന് നാം കാണുന്ന രീതിക്ക് കാറുകൾ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് എച്ച് എൽ ബാബർ ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഹാവ് എ ജേർണി ത്രൂ ദ സ്റ്റോറി ഓഫ് ദ ഓട്ടോമൊബൈൽ. ഓക്കെ, so are you ready for the ride? Let us start. Okay, and I'm here, Shweta, along with you. So let us start with the author first. Okay, അപ്പോൾ നമുക്ക് ആ ഓത്തറിനെ ആദ്യം മീറ്റ് ചെയ്യാം. ഹെർബർട്ട് ലീ ബാബർ എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. ഓക്കെ, എച്ച് എൽ ബാബറിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഹെർബർട്ട് ലീ ബാബർ എന്നുള്ളതാണ്. ആളുടെ ജീവിത കാലഘട്ടം 1865 മുതൽ 1937 വരെയാണ്. ഓക്കെ, so he was an early 20th century American writer with a deep interest in technology and how it shaped the society. Okay, ഇപ്പോൾ 20th സെഞ്ചുറിയിലെ അമേരിക്കൻ റൈറ്റർ ആയിരുന്നു എച്ച് എൽ ബാബർ. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റഡ് ഏരിയാസ് എന്ന് പറയുന്നതിൽ ഒന്ന് ടെക്നോളജിക്കൽ പ്രോഗ്രസ്സും അതുപോലെ ഈ ടെക്നോളജിക്ക് സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലുവൻസുമാണ്. ഓക്കെ, now he is best known for his book Story of the ഓട്ടോമൊബൈൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് എന്ത്? സ്റ്റോറി ഓഫ് ദ ഓട്ടോമൊബൈൽ. ഓക്കെ, ആൻഡ് ഇൻ ദിസ് ബുക്ക് ഹി ട്രേസസ് ദ സ്റ്റോറി ഓഫ് ഹൗ ദ കാർ ഇവോൾവ്ഡ്. ഓക്കെ, അതായത് അതിൻ്റെ ഏർലിയസ്റ്റ് എക്സ്പെരിമെൻറ്റ്സ് മുതൽ 1917 മുതൽ ഓക്കെ ഉണ്ടായ മേജർ ഡെവലപ്മെൻറ്റ്സ് ഇൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ഓക്കെ ഓട്ടോമൊബൈൽസ് എസ് സച്ച് ഒക്കെ ആണ് ഈ ഒരു ബുക്കിൽ, സ്റ്റോറി ഓഫ് ദ ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന ബുക്കിൽ എച്ച് എൽ ബാബർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ആർ ലെസൺ ടുഡേ ദറ്റ് ഈസ് ക്ലാസിക് കാർസ് പോയട്രി ഓൺ വീൽസ്. ദാറ്റ് ഈസ് ആക്ച്വലി ആൻ എക്സെർപ്റ്റ് ഫ്രം ദിസ് പെർട്ടിക്കുലർ ബുക്ക് സ്റ്റോറി ഓഫ് ദ ഓട്ടോമൊബൈൽ. ഓക്കെ, ഈ ഒരു ബുക്കിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന ക്ലാസിക് കാർസ് പോയട്രി ഓൺ വീൽസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, ആൻഡ് ഹിയർ ഈസ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ, എന്താണ് ടൈറ്റിൽ? ക്ലാസിക് കാർസ് പോയട്രി ഓൺ വീൽസ് അല്ലേ? ഈ ഒരു ടൈറ്റിൽ തന്നെ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? ലൈക്ക് ഇറ്റ് വാസ് ആസ് അസ്റ്റോണിഷിങ് ആസ് പോയട്രി വൺസ് അല്ലേ? ഈ ഓട്ടോമൊബൈലിൻ്റെ കഥ, ഈവൻ ഓട്ടോമൊബൈൽസ് എസ് സച്ച് ഓക്കെ, അത് പോയട്രിയെ പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഓട്ടോമൊബൈൽസ് വർ ഇൻവെൻഷൻസ് ദറ്റ് ക്യാപ്ചേർഡ് ദ ഇമാജിനേഷൻ ഓഫ് എൻ എൻറ്റയർ ഇറ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഓട്ടോമൊബൈൽസിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേർണി എവിടെ തുടങ്ങി അല്ലേ? എങ്ങനെയാണ് അത് ഇന്ന് കാണുന്ന നാം അഡ്മയർ ചെയ്യുന്ന രീതിക്ക് എത്തിയത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് ഈ ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചുള്ളതാണ് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കാം. ഓക്കെ, സോ ഓവർ ഹിയർ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ ജോണർ, തീം ആൻഡ് ദ ബിഗ് മെസ്സേജ് ഓർ ഐഡിയ ഓഫ് ദിസ് ആർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ജോണർ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതൊരു നോൺ ഫിക്ഷൻ ആർട്ടിക്കിൾ ആണ്, written for a general audience in clear, engaging language. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 4 കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്. ഇത് ഒരു നോൺ ഫിക്ഷൻ ആർട്ടിക്കിൾ ആണ് എന്നതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, ഇത് ഒരു ബ്രോഡ് ഓഡിയൻസിന് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇതിൽ പ്രസന്റ് ചെയ്യുന്നത് ഫാക്ട്സും ഐഡിയാസുമാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതപ്പെട്ടത് എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. ഓക്കെ, ഈ ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നിങ്ങൾ ഈ 4 കാര്യങ്ങളും കൃത്യമായിട്ട് ഓർക്കണം. ഓക്കെ, ഇനി എന്താണ് ഈ ആർട്ടിക്കിളിന്റെ തീം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ദ ഗ്രാജുവൽ ഹാർഡ് വൺ എവല്യൂഷൻ ഓഫ് ദ ഓട്ടോമൊബൈൽ, ദാറ്റ് ഈസ് ഫ്രം സ്റ്റീം എൻജിൻസ് ഓർ ഈവൻ സ്റ്റീം മെഷീൻസ് ടു ദ ക്ലാസിക് കാർസ് വി നോ ടുഡേ. ഓക്കെ, അപ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ ഈ ഓട്ടോമൊബൈൽസ് വെറും സ്റ്റീം മെഷീൻസ് ആയിരുന്നു, നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന രീതിക്കുള്ള മെഷീൻസ് ആയിരുന്നു.
പിന്നീടാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിക്കുള്ള കാസായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ തീമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് ദ ബിഗ് ഐഡിയ ദാറ്റ് ഈസ് ദെയർ ഇൻ ദിസ് പെർട്ടിക്കുലർ ആർട്ടിക്കിൾ? എന്താണത്? ഇതിലൊരു സെൻട്രൽ കോർ എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്താണ്? സി, എവ്രി ഗ്രേറ്റ് ഇൻവെൻഷൻ ഹൈഡ്സ് ഇയേഴ്സ് ഓഫ് ട്രയൽ, failure and quiet perseverance behind its final success. Okay, ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? സി, ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടി ക്ലാസ് ടോപ്പറായിട്ട് മാറുമ്പോൾ അല്ലെ, അതിന് പുറകില് ആ കുട്ടി എടുത്തിട്ടുള്ള ഒരുപാട് എഫേർട്സ് ഉണ്ടാവും, ഒരുപാട് ഉറക്കൊഴിച്ച ആളുകൾ ഉണ്ടാവും. ഓക്കെ, ചിലപ്പം ആളിടയ്ക്ക് പഠിക്കുന്നതിനിടയ്ക്ക് ഫെയിൽ ആയിട്ടുണ്ടാവും. ഓക്കെ, ചില എക്സാംസ് ഫെയിൽ ആയിട്ടുണ്ടാവും. ആ ഫെയിലറിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കും ആ കുട്ടി സക്സസ്ഫുൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ട്രയലും ഫെയിലിയറും പെർസീവറൻസും ഒക്കെ ഈ ഒരു ജേർണിയുടെ ഭാഗമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു ബിക്കം എൻ ഐഡിയ ടു ബി സക്സസ്ഫുൾ ഇറ്റ് നീഡ് ടു ഗോ ത്രൂ ഓൾ ദീസ് തിങ്സ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഒന്ന് നോക്കിക്കേ, എങ്ങനെയായിരുന്നു ആദ്യകാലത്തെ അല്ലെ സ്റ്റീം എറയിലുണ്ടായിരുന്ന ഓട്ടോമൊബൈൽസിന്റെ രൂപം ഒന്ന് നോക്കിക്കേ. കണ്ടോ, അത് പിന്നീട് ഏർലി 1880s അതിന്റെ രൂപഭേദം വരുന്നു. പിന്നീട് 1920s 30s ഒക്കെ ആകുമ്പം ഈ ഒരു രൂപത്തിൽ നമ്മൾ ഏകദേശം അല്ലെ ഈ വിന്റേജ് കാലഘട്ടത്തെ ഓട്ടോമൊബൈൽസിനെയൊക്കെ കാണുന്ന രീതിക്ക് മാറുന്നു. പിന്നീട് ഇന്നിപ്പം വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽസ് ആയിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്നു അല്ലെ. അപ്പൊ ഈ ഒരു ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലെറ്റ് us see a timeline of milestones when it comes to the journey of automobiles. Okay, ശരി. അപ്പൊ നമുക്ക് ഈ പഠിക്കാനായിട്ടുള്ള ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒറ്റൊരു ടൈം ലൈനിൽ ഇവിടെ തന്നിരിക്കുകയാണ്. സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പെർട്ടിക്കുലർ ആർട്ടിക്കിൾ വെരി ഈസിലി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സി, ഇവിടെ ലേറ്റ് 1700s എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ there was a person. Okay, his name was Nicolas Joseph Cuno. ഓക്കെ, അപ്പൊ ഈ ക്യൂനോ എന്ന് പറയുന്നത് ഫ്രഞ്ച് പ്രൊനൗൺസിയേഷൻ ആണ് കേട്ടോ. നമ്മളിത് കാണുന്ന സമയത്ത് CUGNOT എന്നൊക്കെ പറയുമ്പോൾ കഗ്നോട്ട് ആണോ എന്നൊക്കെ തോന്നും. അല്ല, ജസ്റ്റ് കുഞ്ഞു. ഓക്കെ, കുഞ്ഞു എന്നുള്ള അതിന്റെ പ്രൊനൗൺസിയേഷൻ ആയിട്ട് വരുന്നത് കുഞ്ഞു. ഓക്കെ, സോ കുഞ്ഞോ ഓഫ് ഫ്രാൻസ് ബിൽഡ് ദ ഫസ്റ്റ് ട്രൂ മോട്ടോർ ഡ്രിവൻ റോഡ് വെഹിക്കിൾ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ലൈക്ക് മോട്ടോർ ഡ്രിവൻ റോഡ് വെഹിക്കിൾ നിർമ്മിക്കുന്നത് ആരാണ്? അത് കുഞ്ഞോ ആണ്. ഓക്കെ, അത് 1700കളിലാണ് നടക്കുന്നത്. പിന്നീട് 1787 ഒക്കെ ആകുന്ന സമയത്ത് there was a person called Oliver Evans. ഓക്കെ, അപ്പോൾ ഒലിവർ ഇവാൻസ് എന്താണ് ചെയ്യുന്നത്? ഒരു സ്റ്റീം ഡ്രിവൻ ക്യാരേജ്, ഓക്കെ, സ്റ്റീം ഡ്രിവൻ ക്യാരേജിന്റെ പേറ്റന്റ് നേടുകയാണ് ചെയ്യുന്നത്. ഒലിവർ ഇവാൻസ് പേറ്റൻസ് സ്റ്റീം ഡ്രിവൻ ക്യാരേജ്. ഓക്കെ, അത് നടക്കുന്നത് USA-ലാണ്. ഓക്കെ, ഇനി 1840s ഒക്കെ ആകുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? സ്റ്റീം പാസഞ്ചർ കോച്ചസ്, ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന സ്റ്റീം പാസഞ്ചർ കോച്ചസ് അവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് വരികയും അങ്ങനെ നിർത്തിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് 1840s നടക്കുന്നത്. പിന്നീട് 1879 ഒക്കെ ആകുന്ന സമയത്ത് there was a person called ജോർജ് സെൽഡൻ. ഓക്കെ, അപ്പൊ ജോർജ് സെൽഡൻ എന്ത് ചെയ്തു? ഒരു ഗ്യാസോലിൻ വെഹിക്കിൾ ആള് ഡിസൈൻ ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിന്റെ പേറ്റന്റിന് വേണ്ടി ആള് അപ്ലൈ ചെയ്തു. അത് 1879 നടക്കുന്നത്. പിന്നീട് 1885 86 ഒക്കെ ആയ സമയത്ത് എന്ത് സംഭവിച്ചു? കാൾ ബെൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ആദ്യത്തെ പെട്രോൾ ഡ്രിവൻ കാർ, ജർമ്മനിയിലെ ആദ്യത്തെ പെട്രോൾ ഡ്രിവൻ കാർ ആള് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ അതിന് പേറ്റന്റ് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. ഓക്കെ, പിന്നീട് 1891-92 കാലമൊക്കെ ആയപ്പോഴേക്കും there was a person called വില്യം മോറിസൺ. ഓക്കെ, ആളാണ് ആദ്യത്തെ ഇലക്ട്രിക് ഓട്ടോമൊബൈൽ, അമേരിക്കയിലാണ് ആദ്യത്തെ ഇലക്ട്രിക് ഓട്ടോമൊബൈൽ ലൈക്ക് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ പഠിക്കാനായിട്ടുള്ളത്. സോ that's over a century of experimentation packed into a handful of milestones. ഓക്കെ, നമുക്കിങ്ങനെ ടൈം ലൈനിൽ കാണുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു ഗ്രാജ്വൽ ആയിട്ടുള്ള ഇവല്യൂഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓഫ് ഓട്ടോമൊബൈൽസ്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് let us meet certain brains behind certain innovations related to automobiles, especially in steam era. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഈ ഓട്ടോമൊബൈൽസിന്റെ ആദ്യകാലങ്ങളിൽ സ്റ്റീം യൂസ് ചെയ്തിട്ടാണ് ഇവ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു
സമയത്ത് ഏറ്റവും അധികം ഈ ഓട്ടോമൊബൈൽസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്ത 4 ആളുകളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഫസ്റ്റ് വൺ ഇസ് വില്യം മർഡോക്ക്, ദെൻ കംസ് റിച്ചാർഡ് ട്രിവെത്തിക്, ദെൻ ഒലിവർ ഇവാൻസ് ആൻഡ് WH ജെയിംസ്. ഓക്കെ, അപ്പോൾ ഇവർ ഓരോരുത്തരും എന്തൊക്കെയാണ് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ലെറ്റ് us സ്പീക്ക് അബൌട്ട് ദ സ്റ്റീം പയനിയേഴ്സ്. ഓക്കെ, അതാണ് ഈ ആർട്ടിക്കിളിൽ ആദ്യ ഭാഗത്ത് വരുന്നത്. സോ ലെറ്റ് us മീറ്റ് നിക്കോളാസ് ജോസഫ് ക്യൂന്യോ ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ നിക്കോളാസ് ജോസഫ് ക്യൂന്യോ എന്ന് പറയുന്ന ആള് ഫ്രാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് ഹി ബിൽഡ് ദ ഫസ്റ്റ് ട്രൂ മോട്ടോ ഡ്രിവൻ റോഡ് വെഹിക്കിൾ ഇൻ ദ ലേറ്റ് 1700s. ഓക്കെ, അപ്പോൾ ലേറ്റ് 1700s ആദ്യത്തെ മോട്ടോ ഡ്രിവൻ റോഡ് വെഹിക്കിൾ ബിൽഡ് ചെയ്യുന്നത് നിക്കോളാസ് ജോസഫ് ക്യൂന്യോ ആണ്. ഓക്കെ, his steam machine was slow and hard to control, but it proved a vehicle could move without animal power. ഓക്കെ, അപ്പോൾ ഈ നിക്കോളാസിൻ്റെ ഈ ഒരു മോട്ടോ ഡ്രിവൻ റോഡ് വെഹിക്കിൾ അല്ലെ, അത് വളരെ സ്ലോ ആയിരുന്നു. ഓക്കെ, കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അന്നത്തെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ നിക്കോളാസ് വിജയിച്ചിരുന്നു. എന്താണത്? ഇറ്റ് പ്രൂവ്ഡ് എ വെഹിക്കിൾ കുഡ് മൂവ് വിതൗട്ട് ആനിമൽ പവർ. അല്ലേ, അപ്പം അതുവരെ കാളവണ്ടികളും കുതിരവണ്ടികളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ആനിമൽ പവറാണ് ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ പേർപ്പസസിന് വേണ്ടിയിട്ട് വെഹിക്കിൾ ഡ്രൈവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിക്കോളാസിൻ്റെ ഈ ഒരു കണ്ടുപിടുത്തമാണ് ആനിമൽ പവർ ഇല്ലാതെയും വെഹിക്കിൾസിന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് അന്നത്തെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തത്. ഓക്കെ, and it is preserved today in the Conservatory of Arts and Trades, Paris. Okay, അപ്പോൾ ക്യൂന്യോ ബിൽഡ് ചെയ്ത ആദ്യത്തെ ആ ഒരു മോട്ടോ ഡ്രിവൻ റോഡ് വെഹിക്കിൾ ഇപ്പോഴും പാരീസിലെ കൺസർവേറ്ററി ഓഫ് ആർട്സ് ആൻഡ് ട്രേഡ്സിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ഇനി in England, William Murdoch and Richard Trevithick improved steam engines for the road. ഓക്കെ, അപ്പം ഇത് ഫ്രാൻസിലാണ് നടക്കുന്നത് അല്ലേ. ഇനി ഇംഗ്ലണ്ടിൽ ഇതേ സമയം എന്ത് നടക്കുന്നുണ്ട്? 2 വ്യക്തികളുണ്ട്. ഒരാൾ വില്യം മർഡോക്ക് ആണ്, രണ്ടാമത്തേത് റിച്ചാർഡ് ട്രെവിത്തിക് ആണ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? റോഡിലൂടെ ഓടാൻ സാധിക്കുന്ന രീതിക്കുള്ള സ്റ്റീം എൻജിൻസ് ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. Okay, now Trevithick's steam carriage could carry passengers, an early step towards the modern car. Okay, അപ്പോൾ ട്രിവിത്തിക്ക് ഡിസൈൻ ചെയ്ത സ്റ്റീം ക്യാരേജ് അതിൽ പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മോഡേൺ കാറിൻ്റെ ആദ്യ രൂപം എന്നുള്ള രീതിക്ക് റിച്ചാർഡ് ട്രെവിത്തിക്കിൻ്റെ ആ ഒരു ഇംപ്രൂവ്ഡ് സ്റ്റീം എഞ്ചിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ അമേരിക്കയിലോട്ട് പോകുന്നു. അവിടെ there was a person called Oliver Evans. Okay, അപ്പോൾ ആളെന്താണ് ചെയ്തത്? He built a high pressure steam engine and patented a steam carriage in 1787. ഓക്കെ, അപ്പോൾ ഒലിവർ ഇവാൻസ് ആദ്യം ഒരു ഹൈ പ്രഷർ സ്റ്റീം എഞ്ചിൻ ബിൽഡ് ചെയ്തു, പിന്നെയോ ഒരു സ്റ്റീം ക്യാരേജിൻ്റെ പേറ്റന്റ് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. Okay, but people found it hard to believe in a horseless vehicle and his invention failed to catch on. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു പേറ്റന്റ് ഉണ്ടായിരുന്നു അല്ലെ, പേറ്റന്റിന്റെ ഉടമയായിരുന്നു, ഒരു ഹൈ പ്രഷർ സ്റ്റീം എഞ്ചിൻ ആള് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആളുകൾക്ക് ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹോഴ്സ്ലെസ് വെഹിക്കിളൊക്കെ പോസിബിൾ അല്ല എന്നുള്ള തോട്ടാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒലിവർ ഇവാൻസിന്റെ ആ ഒരു ഇൻവെൻഷൻ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യകാലത്ത് ഇത്തരത്തിലുള്ള മോഡേൺ കാർസിൻ്റെ ആദ്യ രൂപങ്ങൾ വരുന്ന സമയത്ത് എത്രമാത്രം റെസിസ്റ്റൻസ് അവരനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, സോ ഇൻ ഇംഗ്ലണ്ട് എഞ്ചിനീയേഴ്സ് ലൈക്ക് WH ജെയിംസ് ബിൽഡ് സ്റ്റീം പവർഡ് പാസഞ്ചർ കോച്ചസ് ദറ്റ് ബ്രീഫ്ലി റാൻ റെഗുലർ സർവീസസ് ബിറ്റ്വീൻ ടൗൺസ്. ഓക്കെ, അപ്പം അങ്ങനെ ഇംഗ്ലണ്ടിൽ WH ജെയിംസിനെ പോലെയുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. അവർ സ്റ്റീം പവേർഡ് പാസഞ്ചർ കോച്ചസ് ബിൽഡ് ചെയ്തു. ആ സ്റ്റീം പവേർഡ് പാസഞ്ചർ കോച്ചസ് വെച്ചിട്ട് അവർ ടൗൺസ് തമ്മിൽ കണക്ട് ചെയ്യുമായിരുന്നു. ഓക്കെ, റെഗുലർ സർവീസ് നടത്തുമായിരുന്നു.
ടൗൺസ് തമ്മിൽ. ഓക്കെ, ബട്ട് ദീസ് വെഹിക്കിൾസ് ഹാഡ് നോ പ്രോപ്പർ ഷോക്ക് അബ്സോർബേഴ്സ്, സോ ദേ സഫേർഡ് ഫ്രം റോഡ് ഷോക്സ് ആൻഡ് ഫ്രീക്വൻറ്റ് ബ്രേക്ക് ഡൗൺസ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റീം പവേർഡ് ആയിട്ടുള്ള പാസഞ്ചർ കോച്ചസിൻ്റെ ലൈക്ക് വീക്ക് സൈഡ് എന്തായിരുന്നു, പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇവയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ഷോക്ക് അബ്സോർബേഴ്സ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ദേ സഫേർഡ് ഫ്രം റോഡ് ഷോക്സ്. ഓക്കെ, റോഡ് ഷോക്സ് ലൈക്ക് ഇവയ്ക്ക് താങ്ങാൻ പറ്റാതെ വന്നു. അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺസ് ഉണ്ടായി. ഓക്കെ, അതുപോലെ ദ ഹെവി മെറ്റൽ വീൽസ് ഡാമേജ് ദ റോഡ്സ് ബാഡ്ലി. ഓക്കെ, ഈ ലൈക്ക് സ്റ്റീം പവേർഡ് പാസഞ്ചർ കോച്ചസിൻ്റെ വീൽസ് എന്ന് പറയുന്നത് ഹെവി മെറ്റൽ വീൽസ് ആയിരുന്നു. അപ്പം അത് റോഡുകളെ സാരമായി തന്നെ ബാധിച്ചു. Okay, they damaged the roads badly. Okay. So this led to strict new laws, and by the 1840s, steam coach services had come to a complete halt, an early reminder that invention alone is not enough, safety and public trust matter too. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് 1840 ആകുന്ന സമയത്ത് സ്റ്റീം കോച്ച് സർവീസസ് കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലണ്ടിൽ നിർത്തിവെക്കുന്ന രീതിക്കുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള പുതിയ ലോസ്, ഓക്കെ, നിയമങ്ങൾ അവിടെ നടപ്പിലാക്കപ്പെടുകയും അങ്ങനെ ഈ കോച്ച് സർവീസസ്, സ്റ്റീം കോച്ച് സർവീസസ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിവെക്കുകയും ചെയ്യുന്നു. ഓക്കെ, ദിസ് വാസ് ആക്ച്വലി ആൻ ഏർലി റിമൈൻഡർ ദറ്റ് ഇൻവെൻഷൻ എലോൺ ഇസ് നോട്ട് ഇനഫ്. അല്ലേ, നമ്മൾ കണ്ടുപിടുത്തങ്ങൾ മാത്രം പോരാ നമുക്ക്, അല്ലേ, അപ്പോൾ ലൈക്ക് സേഫ് ആണെന്നും പബ്ലിക്കിന് ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണെന്നും നമ്മൾ ഉറപ്പുവരുത്തണം, അല്ലേ. അപ്പോഴാണ് ആ ഇൻവെൻഷൻ അതിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള, അല്ലേ, ആ ഒരു സക്സസ് ലെവലിലോട്ട് എത്തുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ജോർജ് ബി സെൽഡനെ കുറിച്ചാണ്. Okay, so in 1879, George B. Selden of the USA applied for a patent for a gasoline-powered vehicle, sensing early on how important the internal combustion engine would become. ഓക്കെ, അപ്പം 1879 ജോർജ് ബി സെൽഡൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പേറ്റന്റിന് അപ്ലൈ ചെയ്തു ഓൺ എ ഗ്യാസലിൻ പവേർഡ് വെഹിക്കിൾ. ഓക്കെ, so he sensed that it is important to have the internal combustion engine. Okay, അപ്പോൾ ഇത്തരത്തിൽ ലൈക്ക് ഓട്ടോമൊബൈൽസിന് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ വേണം എന്നുള്ള ആ ഒരു തോട്ടാണ് ഈ ജോർജ് ബി സെൽഡനെ ഗ്യാസലിൻ പവേർഡ് വെഹിക്കിൾ നിർമ്മിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, സോ സെൽഡൻ വാസ് എ സ്കിൽഡ് ഇൻവെൻറ്റർ, ബട്ട് ഹി ലാക്ഡ് സെയിൽസ്മാൻഷിപ്പ് ആൻഡ് പേഷ്യൻസ്. ഓക്കെ, അപ്പം സെൽഡൻ ഒരു ബ്രില്യൻറ്റ് ഇൻവെൻറ്റർ ആയിരുന്നു, പക്ഷെ ആൾക്ക് ഇല്ലാതിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് സെയിൽസ്മാൻഷിപ്പും അതുപോലെ മറ്റൊന്ന് പേഷ്യൻസും ആയിരുന്നു. ഓക്കെ, so when he predicted that automobiles would one day be widely used, people thought his ideas were so extravagant that they called him crazy and avoided him. Okay, അപ്പോൾ ആള് പ്രെഡിക്റ്റ് ചെയ്ത കാര്യം ഇതാണ്, അതായത് ഓട്ടോമൊബൈൽസ് ഒരു ദിവസം വൈഡ്ലി യൂസ് ചെയ്യപ്പെടും, എല്ലാവരും യൂസ് ചെയ്യും എന്നൊക്കെ നമ്മുടെ സെൽഡൻ പറഞ്ഞ സമയത്ത് പീപ്പിൾ തോട്ട് ഹി വാസ് ക്രേസി ആൻഡ് അവോയ്ഡഡ് ഹിം. ഓക്കെ, സോ ഹിസ് സ്റ്റോറി ടീച്ചസ് us സംതിങ് ഇമ്പോർട്ടൻറ്റ്, അല്ലേ. എന്താണത്? ഗ്രേറ്റ് ഐഡിയാസ് നീഡ് മോർ ദാൻ ജീനിയസ്, അല്ലേ. അപ്പോൾ ഗ്രേറ്റ് ഐഡിയാസ് ഉണ്ടായാൽ മാത്രം പോരാ, ഇസ്ന്റ് ഇറ്റ്? ആ ഒരു ലൈക്ക് ആ ഒരു ജീനിയസ് ആയ ഒരാൾ ഒരു ഇൻവെൻഷൻ നടത്തുന്നു എന്നതിലുപരി മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനായിട്ട് കൂടി പറ്റുന്ന രീതിക്ക് വേണം നമ്മുടെ ഇൻവെൻഷൻ, അല്ലെ, പ്രസന്റ് ചെയ്യപ്പെടാനായിട്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഗ്രേറ്റ് ഐഡിയാസ് നീഡ് മോർ ദാൻ ജീനിയസ്, ദേ നീഡ് ദ എബിലിറ്റി ടു കൺവിൻസ് അതേഴ്സ് ടു ബിലീവ് ഇൻ ദം. ഓക്കെ, അപ്പം നമ്മൾ ഒരു കണ്ടുപിടുത്തം നടത്തിയാൽ മാത്രം പോരാ, അത് എത്രമാത്രം ഉപകാരപ്രദമാണ് എന്നുള്ളത്, അല്ലെ, അത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക കൂടി വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ നേരെ പോകുന്നത് കാൾ ബെൻസിലോട്ടാണ്. ഓക്കെ, സോ കാൾ ബെൻസിനെ നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും, അല്ലേ, ഇസ്ന്റ് ഇറ്റ്? സോ സാധാരണ ഇദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ദ ഓട്ടോമൊബൈൽ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇൻ 1885 Carl Benz of Germany built the first road vehicle powered by an internal combustion hydrocarbon motor, a three-wheel tricycle based on an engine type developed by Otto in 1876. Okay, അപ്പം നമ്മുടെ കാൾ ബെൻസ് എന്താണ് ചെയ്യുന്നത്? 1885 അദ്ദേഹം ആദ്യത്തെ റോഡ് വെഹിക്കിൾ പവേർഡ് ബൈ ആൻ ഇന്റേണൽ കമ്പഷൻ ഹൈഡ്രോകാർബൺ മോട്ടർ
ഓക്കെ, അതായത് ഒരു 3 വീൽ ട്രൈസൈക്കിൾ ആണത്. ഓക്കെ, അത് ബിൽഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹി പേറ്റന്റഡ് ഇറ്റ് ഇൻ 1886 ആൻഡ് ഇറ്റ് റാൻ അറ്റ് 10 miles an hour. ഓക്കെ, അപ്പോൾ 1886 അതിൻ്റെ പേറ്റന്റ് ഇദ്ദേഹത്തിന് കിട്ടുന്നു. അങ്ങനെ 1 മണിക്കൂറിൽ 10 മൈലുകൾ എന്നുള്ള രീതിക്കായിരുന്നു ഈ കാൾ ബെൻസിന്റെ ആദ്യത്തെ റോഡ് വെഹിക്കിൾ പവേർഡ് ബൈ ആൻ ഇന്റേണൽ കമ്പഷൻ ഹൈഡ്രോ കാർബൺ മോട്ടോർ. ഓക്കെ, അത് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. നൗ ബെൻസ് വാസ് ഓൺലി അലൗഡ് ടു ഡ്രൈവ് ഓൺ സർട്ടൻ സ്ട്രീറ്റ്സ് ഇൻ മാൻഹീം. ഓക്കെ, അപ്പോൾ ബെൻസ് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഓട്ടോമൊബൈൽ കൊണ്ടുവരുന്ന സമയത്ത് ആള് ലൈക്ക് ഹി ഹാഡ് സർട്ടൻ റെസ്ട്രിക്ഷൻസ്. ഓക്കെ, ഹി വാസ് അലൗഡ് ടു ഡ്രൈവ് ഓൺലി ഓൺ സർട്ടൻ സ്ട്രീറ്റ്സ് ഇൻ മാൻഹീം. ഓക്കെ, മാൻഹീമിലുള്ള ചില സ്ട്രീറ്റ്സിൽ മാത്രമേ അദ്ദേഹത്തിന് ഈ ഒരു വെഹിക്കിൾ ഓടിക്കാനായിട്ടുള്ള അനുമതി ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, വൈ? സോ ആസ് നോട്ട് ടു ഫ്രൈറ്റൻ ഹോഴ്സസ് ആൻഡ് ദിയർ റൈഡേഴ്സ്. ഓക്കെ, അപ്പോൾ മറ്റ് ഹോഴ്സസിനെയും അതുപോലെ ഹോഴ്സ് റൈഡേഴ്സിനെയും ഒക്കെ പേടിപ്പിക്കാതിരിക്കാനായിട്ട് അദ്ദേഹത്തിന് ചില സ്ട്രീറ്റ്സിൽ മാത്രം, മാൻഹീമിലെ ചില സ്ട്രീറ്റ്സിൽ മാത്രമേ ഡ്രൈവ് ചെയ്യാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, now his tricycle became the forerunner of the hugely popular Benz automobile across Germany and Europe. ഓക്കെ, അപ്പോൾ ജർമ്മനിയിലും യൂറോപ്പിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന, ഹ്യൂജ്ലി പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന ബെൻസിന്റെ ഫോറിനർ ആയിരുന്നു ഈ ട്രൈസൈക്കിൾ എന്നതാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. Now the first automobile ever imported into the United States was a Benz car brought into the Chicago World's Fair in 1893. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദ വെരി ഫസ്റ്റ് ഓട്ടോമൊബൈൽ എവർ ഇമ്പോർട്ടഡ് ഇൻ ടു ദ US അത് ഒരു ബെൻസ് കാർ ആയിരുന്നു. ചിക്കാഗോ വേൾഡ്സ് ഫെയറിന്, അതായത് 1893 നടന്ന ചിക്കാഗോ വേൾഡ്സ് ഫെയറിലാണ് ആദ്യമായിട്ട് ആ ഒരു ബെൻസ് കാർ ഓക്കെ USA കൊണ്ടുവരുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഫസ്റ്റ് ഓട്ടോമൊബൈൽ എവർ ഇമ്പോർട്ടഡ് ടു US വാസ് എ ബെൻസ് കാർ brought into Chicago World's Fair in 1893. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ നേരെ പോകുന്നത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ ഓക്കെ കാണുന്നതിനായിട്ടാണ്. സോ വി ഹാവ് വില്യം മോറിസൺ, അൽഫോൺസ് ബോർഡ് റോഷ, ദെൻ നിക്കോളാസ് ഓട്ടോ. ഓക്കെ, അപ്പോൾ ഇവരെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇലക്ട്രിക് ഓട്ടോമൊബൈൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട 3 പേരുകളാണ് വില്യം മോറിസൺ, അതുപോലെ റോഷ, ദെൻ ഓട്ടോ. ഓക്കെ, so the first electric automobile was built in 1891. 1891 ആദ്യത്തെ ഇലക്ട്രിക് ഓട്ടോമൊബൈൽ ബിൽഡ് ചെയ്യുന്നത് ബൈ വില്യം മോറിസൺ ഓഫ് ലോവ. ഓക്കെ, അപ്പം വില്യം മോറിസൺ ആണ് ഇത്തരത്തിലുള്ള ആദ്യത്തെ ഇലക്ട്രിക് ഓട്ടോമൊബൈൽ 1891 ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, and it made its public debut on the streets of Chicago in 1892. Okay, ഇതിന്റെ ആദ്യത്തെ പബ്ലിക് ഡെബ്യൂ ആ ഒരു പ്രസന്റേഷൻ ഇൻ പബ്ലിക് അത് നടക്കുന്നത് 1892 on the streets of Chicago. Okay, a sight so astonishing that police had to clear the streets for it to pass. Okay, അപ്പോൾ അതുവരെ ഇത്തരത്തിൽ ഇലക്ട്രിക് ഓട്ടോമൊബൈൽസ് ഒന്നും കാണാത്തത് കൊണ്ട് തന്നെ ആളുകളൊക്കെ ഈ ഒരു കാഴ്ച കാണുന്നതിനായിട്ട് തടിച്ചുകൂടിയിരുന്നു. അവസാനം പോലീസ് എത്തി വേണമായിരുന്നു അവിടെയുള്ള ആളുകളെ ക്ലിയർ ചെയ്യാനായിട്ട്, സോ ദാറ്റ് ദ ഇലക്ട്രിക് ഓട്ടോമൊബൈൽ കുഡ് മൂവ് ഓൺ. ഓക്കെ, now the 4-stroke principle used in most modern engines was discovered by French engineer Alphonse ബോർഡ് റോഷ ഓക്കെ ഇൻ 1862. ഓക്കെ, അപ്പോൾ ഈ ലൈക്ക് ഭൂരിഭാഗവും മോഡേൺ എഞ്ചിൻസിൽ യൂസ് ചെയ്യുന്ന 4-stroke പ്രിൻസിപ്പിൾ അത് കണ്ടുപിടിക്കുന്നത് ഫ്രഞ്ച് എഞ്ചിനീയർ ആയിട്ടുള്ള അൽഫോൺസ് ബോർഡ് റോഷയാണ്. ഓക്കെ, ഇൻ ദ ഇയർ 1862. Okay, it is often called the Otto cycle after Nicolas Otto, who built an engine on this principle in 1876. Okay, 1876 ഈ നിക്കോളാസ് ഓട്ടോ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു 4-stroke പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിട്ട് ഒരു എൻജിൻ ബിൽഡ് ചെയ്തു. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ ഓട്ടോ സൈക്കിൾ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, by 1895, steam, electric and gasoline vehicles had all proved themselves. The age of the horseless carriage had finally, truly arrived. Okay, അപ്പം അങ്ങനെ 1895 ഒക്കെ ആകുന്ന സമയത്ത് സ്റ്റീം,
ഇലക്ട്രിക് ആൻഡ് ഗ്യാസലിൻ വെഹിക്കിൾസ് ഹാഡ് ഓൾ പ്രൂവ്ഡ് ദെംസെൽസ്. ഓക്കെ, അപ്പോൾ ഇവയൊക്കെ നിരത്തിലെത്താനായിട്ട് തുടങ്ങി. ഓക്കെ, ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ഇൻവെൻഷൻസ് അംഗീകരിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അങ്ങനെ ആ ഒരു ഏജ് ഓഫ് ദ ഹോഴ്സ്ലെസ് ക്യാരേജ് ഹാഡ് ഫൈനലി ട്രൂലി അറൈവ്ഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് സ്റ്റീം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെ ലൈക്ക് വെഹിക്കിൾസ് പിന്നീട് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ആ ഒരു രൂപഭാവത്തിലോട്ട് മാറുന്നത്, എങ്ങനെയാണ് ഇന്ന് നാം കാണുന്ന സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രൂപങ്ങളിലോട്ട് കാറുകൾ മാറിയത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഈ ഒരു ആർട്ടിക്കിളിൽ റൈറ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ദ മെസ്സേജ് ഓഫ് ദ ആർട്ടിക്കിൾ. ഓക്കെ, സോ let's see what is the takeaway from this whole journey. Okay, so success makes us forgetful. Once we reach our goal, we tend to forget the sacrifices and struggles that got us there. അല്ലേ, that happens, isn't it? അതായത് നമ്മൾ സക്സസ്ഫുൾ ആവുന്ന സമയത്ത് നമ്മൾ അതുവരെ അനുഭവിച്ച പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നമ്മൾ മറന്നു പോകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സക്സസ് മേക്സ് us forgetful. വൺസ് വി റീച്ച് അവർ ഗോൾ, അല്ലെ, നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ഗോൾ നേടുന്ന സമയത്ത് വി ടെൻ ടു ഫൊർഗെറ്റ് ദ സാക്രിഫൈസസ് ആൻഡ് സ്ട്രഗിൾസ് ദാറ്റ് ഗോട്ട് us there. അല്ലെ, അപ്പം നമ്മളെ അവിടം വരെ എത്തിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ അനുഭവിച്ച സ്ട്രഗിൾസ്, അല്ലെ, നമ്മൾ നടത്തിയ സാക്രിഫൈസസ്, അതൊക്കെ നമ്മൾ മറന്നു പോകും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ക്ലാസിക് കാർസ് ആർ മോർ ദാൻ ഓൾഡ് മെഷീൻസ്. അല്ലെ, ക്ലാസിക് കാർസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾഡ് മെഷീൻസ് എന്നതിനേക്കാൾ ഉപരി ഓക്കെ ലൈക്ക് ആ ഒരു കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന മെമ്മറീസ് കൂടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ദേ എംബോഡി എ ലോങ് ജേർണി ഓഫ് ഡൗട്ട്, റെസിസ്റ്റൻസ്, ഫെയിലിയർ ആൻഡ് ഇവൻച്വൽ സക്സസ്. അല്ലേ, അപ്പോൾ ഡൗട്ടും റെസിസ്റ്റൻസും ഫെയിലിയറും സക്സസും ഒക്കെ അല്ലെ ഉൾക്കൊള്ളുന്ന ഒരു ലോങ് ജേർണി എംബോഡി ചെയ്യുന്ന മെഷീൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ക്ലാസിക് കാർസ് എന്നാണ് പറയുന്നത്. Okay, so preserved in museums and exhibitions, they reminds us how perseverance and vision can reshape society and deepen our appreciation of technology and the human desire to move forward. Okay, അപ്പം ഈ ക്ലാസിക് കാർസ് അല്ലെ ഇപ്പം മ്യൂസിയംസിലാണ് പ്രിസർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ ക്ലാസിക് കാർസ് നമ്മളെ എന്താണ് റിമൈൻഡ് ചെയ്യുന്നത്? ലൈക്ക് ഹൗ പെർസീവറൻസ് ആൻഡ് വിഷൻ ക്യാൻ റീഷേപ്പ് സൊസൈറ്റി. അല്ലെ, എങ്ങനെയാണ് പെർസീവറൻസിനും വിഷനും സൊസൈറ്റിയെ റീഷേപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മെ മനസ്സിലാക്കി തരുന്നത് എന്നതാണ് പറയുന്നത്. ഓക്കെ, സോ അത്തരത്തിലുള്ള ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ നമ്മളെ ടെക്നോളജിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനും അതുപോലെ നമ്മുടെ ഹ്യൂമൻ ഡിസയർ അല്ലെ ട്രിഗർ ചെയ്യുന്നതിന് നമ്മളെ മുന്നോട്ട് അല്ലെ പോകുന്നതിനായിട്ട് ഹ്യൂമൻ ഡിസയറിനെ ട്രിഗർ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഈ ആർട്ടിക്കിളിൽ നോക്കാനായിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊന്ന് ക്വിക്കായിട്ട് റീക്യാപ്പ് ചെയ്യാം, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ ആദ്യത്തെ ട്രൂ റോഡ് വെഹിക്കിൾ ആരാണ് കണ്ടുപിടിച്ചത്? ഇറ്റ് ഇസ് നൺ അതർ ദാൻ കൂനിയോ. അല്ലേ, കൂനിയോ ആണ്, നിക്കോളാസ് കൂനിയോ ആണ്. അദ്ദേഹത്തിന് സ്റ്റീം മെഷീൻ അല്ലേ 1700s ഫ്രാൻസിലാണ് വരുന്നത് എന്നത് നമ്മൾ കണ്ടു. റൈറ്റ്, ഇനിയോ ഫസ്റ്റ് പെട്രോൾ കാർ ആരാണ് കണ്ടുപിടിക്കുന്നത്? ഗ്യാസോലിൻ അല്ലെ പെട്രോൾ കാർ കണ്ടുപിടിക്കുന്നത് കാൾ ബെൻസിന്റെ ട്രൈസൈക്കിൾ ആണ് അല്ലെ, ജർമ്മനിയിലാണ് നടക്കുന്നത്. 1885-86 കാലഘട്ടത്തിലാണ്. ഓക്കെ, ആദ്യത്തെ ഇലക്ട്രിക് കാർ കണ്ടുപിടിക്കുന്നത് വില്യം മോറിസൺസ് ഓട്ടോമൊബൈൽ അല്ലെ, അത് USA ലാണ് 1891. ഇനി 4-stroke എഞ്ചിൻ കണ്ടുപിടിക്കുന്നത് ബോഡു റോച്ച ആണ്. 1862 അത് കണ്ടെത്തുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ ഓട്ടോ ഇൻ 1876. ഓക്കെ, ഇനി ഒരു ആർട്ടിക്കിളിന്റെ ഓഥർ ആരാന്ന് ചോദിച്ചാൽ HL ബാബർ ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ സ്റ്റോറി ഓഫ് ദ ഓട്ടോമൊബൈൽ എന്നുള്ള ആ ഒരു പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഈ ആർട്ടിക്കിൾ. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈ 1895 സ്റ്റീം, ഇലക്ട്രിക് ആൻഡ് പെട്രോൾ കാർസ് ഹാഡ് ഓൾ പ്രൂവ്ഡ് സക്സസ്ഫുൾ എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചോദ്യത്തോടു കൂടി ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. വാട്ട് മോഡേൺ ഇൻവെൻഷൻ ടുഡേ മൈ പീപ്പിൾ വൺ ഡേ കോൾ പോയട്രി ഓൺ വീൽസ്? അതായത് പണ്ട് കാർസിനെ കുറിച്ചാണ് അല്ലെ ഇങ്ങനെ പോയട്രി ഓൺ വീൽസ് എന്നുള്ള രീതിക്ക് HL ബാബർ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇന്നത്തെ ഏത് മോഡേൺ ഇൻവെൻഷനെയാണ് ഇനി വരും കാലഘട്ടങ്ങളിൽ
ആളുകൾ പോയട്രി ഓൺ വീൽസ് എന്നുള്ള രീതിക്ക് പറയാനായിട്ട് പോകുന്നത്? എനി ഐഡിയ? നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ സെഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ആർട്ടിക്കിൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. So I hope whatever we have discussed today is clear for you. So if you're having any doubts regarding any of the things that we discussed today, feel free to ask me. Okay. So ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. ഹാപ്പി ലേണിംഗ്.